Mind Trend FX, your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mind Trend FX YouTube channel. സോ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് കാണാമായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തു വെച്ച മാതിരി തന്നെ ആ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടുന്ന് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലോണം താഴോട്ട് ഫോൾ ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ആയിട്ടുള്ള 325,381 അവിടെ വന്നിട്ട് മാർക്കറ്റ് ഒരു ബൗൺസ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, നമുക്ക് എടുത്ത് കളയാം. നമുക്ക് നിഫ്റ്റിയുടെ നാളത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂയിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. സോ നമുക്കിത് നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ്, ഡേ ചാർട്ട്. ഓക്കെ, സോ ഈ നിഫ്റ്റിയുടെ ഡേ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊരു മേജർ ഡിമാൻഡ് സോണാണ്. അതായത് ഇതൊരു മേജർ സപ്പോർട്ടാണ് നിഫ്റ്റിയുടെ, അല്ലേ. ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലുള്ളതെന്ന്. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡേ വ്യൂ ആണിത്. ഒരു മേജറായിട്ടൊരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, കാരണം ഇത് മുന്നേ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഒരുപാട് വട്ടം ആക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് അപ്പിൽ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ എത്തുമ്പം നിഫ്റ്റി ഒരു ബൗൺസ് കാണിക്കാറുണ്ട്. കണ്ടോ, ഇവിടെ എത്തുമ്പം ഒരു ബൗൺസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വട്ടത്തെ ലാസ്റ്റ് ഡേയുടെ ആ ഒരു ഇറാൻ US ആ ഒരു ന്യൂസ് വന്ന ദിവസവും ഇത് നന്നായിട്ടൊന്ന് ഫാൾ ചെയ്ത് വന്നപ്പോഴും ഈ ഒരു ഡിമാൻഡ് സോൺ ആക്ട് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ വീണ്ടും ഇവിടുന്ന് കയറിപ്പോയി. സോ അവിടുന്ന് ഒരു മുകളിൽ നിന്ന് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, ഒരു മേജർ ട്രെൻഡ് ലൈൻ. ആ ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു സോണിൽ നിന്ന് വീണ്ടും അത് താഴോട്ട് പുഷ് ചെയ്തു ഇന്നലെ യെസ്റ്റർഡേ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ടുഡേ നിഫ്റ്റി അവിടുന്ന് വീണ്ടും ഒരു ഫോള് കാണിച്ചു, ഒരു ഓപ്പൺ ലോ ക്യാൻഡിൽ വെച്ചിട്ട് ഫോള് കാണിച്ചു. ആൻഡ് ആ ഡിമാൻഡ് സോണിലെത്തിയപ്പോൾ വീണ്ടും ഡിമാൻഡ് വന്നു, ഒന്ന് മുകളോട്ട് കയറി നിൽക്കുകയാണ്. സോ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മേജർ ഫോൾ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ 25,107 വരെ, അല്ലേ, 25,107 വരെ ഒരു മേജർ ഫോൾ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലേ. സോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ സോ നമ്മളിവിടെ വൺ ഡേയിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ ഏതാണ് ഈ ഒരു ഏരിയ 25,600, 25,600 എന്ന് പറയുന്ന ഒരു ഏരിയ. ഈ 25,600 മുകളിൽ നിഫ്റ്റി ഇനി വരുമ്പോഴേ നമുക്ക് ബൈ സൈഡിലോട്ടൊരു എൻട്രി ഉണ്ടാവുള്ളൂ. അതായത് ഒരു ഡയറക്ഷണൽ മൂവ് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് താഴെ നിന്ന് നമുക്ക് നല്ല ഒരു സിഗ്നലൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് ബോട്ടത്തിൽ നിന്ന് പിക്ക് ചെയ്യാം. അത് വേറെ സിനാരിയോ. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നമുക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഡേ ടൈം ഫ്രെയിമിൽ ഒരു മേജർ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. 25,600 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, അതവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് രണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളോട്ടൊരു മൂവ് കിട്ടും, അല്ല. ഇത് രണ്ടും ബ്രേക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളോട്ടൊരു മൂവ് എക്സ്പെക്റ്റ് ചെയ്യാം. എവിടം വരെ? നമ്മുടെ ഈ മുകളിലെ മേജറായിട്ടുള്ള സപ്ലൈ വരെ, ഈ ഒരു സപ്ലൈ വരെ വീണ്ടും നമുക്കൊരു മൂവ് ചെയ്യാം. സോ അതുവരെ നിഫ്റ്റി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9 ഡേയ്സ് ആയിട്ട് നിഫ്റ്റി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആൻഡ് മൈ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്ത് ക്യാൻഡിൽ പാറ്റേൺ ആണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ക്യാൻഡിൽ പാറ്റേണിൻ്റെ ബേസിൽ അത് നമ്മൾ 2 ദിവസം മുന്നേ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ ബേസിൽ താഴോട്ട് വീഴുകയാണെങ്കിലും നിഫ്റ്റി ഇനിയും താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് എവിടെയാണ്? 25,500 ആണ്. ഓക്കെ, 25,500, 25,500. ആൻഡ് സപ്പോർട്ട് എവിടെയാണ്? 25,400 മൈനർ സപ്പോർട്ടാണ്. ആൻഡ് മേജർ സപ്പോർട്ട് 25,000 ഉള്ളൂ. സോ താഴോട്ട് വലിയ സപ്പോർട്ട്സ് ഒന്നുമില്ല ആസ് പെർ ഡാറ്റ. സോ 25,500 ഇസ് എ മേജർ റെസിസ്റ്റൻസ്, 25,500 മേജർ റെസിസ്റ്റൻസ്. സോ നമുക്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,500 മുകളിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് 50 മിനിറ്റ്സ് നമ്മുടെ എൻട്രി ടൈം ഫ്രെയിമാണ്. നേരത്തെ ഞാൻ കാണിച്ചത് ഡേയിലെ ഒരു വ്യൂ ആണ്, ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, നേരത്തെ ഇവിടെ കാണിച്ചത് ഇതൊരു ഓവറോൾ വ്യൂ ആണ് ഞാൻ കാണിച്ചത്. സോ 25,500 മുകളിൽ 519 മുകളിൽ 25,590 മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ 25,590 മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് ബൈ സൈഡിലോട്ട് നോക്കാം. ഓക്കെ,
ഓക്കെ, നമുക്ക് ഒരു ട്രേഡ് ബൈ സൈഡിലോട്ട് നോക്കാം. ഇവിടം വരെ 25,594 വരെ. ഓക്കെ, അതിന് മുകളിൽ ഇവിടം വരെ 25,699 അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മൈനറായിട്ട് 25,650 ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ. ഓക്കെ, 25,654 25,654 ഇത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരുപാട് ലൈൻ വരച്ച് നോക്കണ്ട, നമുക്ക് ആ ടൈമിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ബൈ സൈഡിലോട്ട് വരണമെങ്കിലോ 25,590 മുകളിൽ വരികയാണെങ്കിൽ നമുക്കൊരു ബൈ സൈഡ് എൻട്രി നോക്കാം. അതല്ല നാളെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ലോ നമുക്ക് നാളത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,375 25,350 ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഹ്യൂജ് ഫാൾ നിഫ്റ്റിയിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. 25,285 ആൻഡ് 25,188 ആൻഡ് 25,110 താഴോട്ട് വലിയ ടാർഗറ്റ്സ് ഉണ്ടാവും. ബട്ട് ഈ ഒരു ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നോ ട്രേഡിംഗ് ആയിരിക്കും. നാളെ ട്രേഡൊന്നും ചെയ്യത്തില്ല. ഒരു നല്ലൊരു ഫോൾ കഴിഞ്ഞിട്ടുണ്ട് നിഫ്റ്റിയുടെ. PCR നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 0.8 ആണ്. സോ കുറച്ചുകൂടെ വീഴാനുള്ള ചാൻസ് ഉണ്ട് നിഫ്റ്റിയിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ. ഓക്കെ, സോ ഇപ്പോൾ ഒരു ന്യൂട്രൽ സോണിലാണ് നിഫ്റ്റി നിൽക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ നിഫ്റ്റിക്ക് മേജറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഈ ഒരു സോണിലിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഈ ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ആൻഡ് ഇതൊരു മേജർ സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത്. ആൻഡ് ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,500 ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 25,400 ഒരു മൈനർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു മൈനർ സപ്പോർട്ട്. സോ അതിന് താഴെ വീഴുകയാണെങ്കിൽ താഴോട്ടുള്ള ഇതൊരു ചെറിയ സപ്പോർട്ട്സ് ആണ്. ഇതെല്ലാം പെട്ടെന്ന് പോവും, താഴോട്ട് വീഴും. നിഫ്റ്റി നമ്മൾ ടെക്നിക്കലിയിൽ കണ്ട പോലെ തന്നെ പെട്ടെന്ന് താഴോട്ട് വീഴാൻ ചാൻസും ഉണ്ട്. സോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നാളെ നമുക്കുള്ള ട്രേഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ CG പവർ ഇന്ന് നമ്മുടെ എൻട്രി ഏരിയയിൽ നിൽക്കുന്നുണ്ട്. സോ CG പവർ നാളെ നിങ്ങൾക്ക് വീണ്ടും നോക്കാം. CG പവർ തെർമാക്സ് ഞാൻ വീണ്ടും പറയുന്നു 23,161 മുകളിൽ എൻട്രി വന്നാൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. നോ ട്രേഡിംഗ് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. NDPC ഇന്ന് നമ്മുടെ എൻട്രി സോണിൽ നിന്ന് ഏകദേശം 9 റുപ്പീസ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 376 മുകളിൽ എൻട്രി ആണെന്ന്. അതിൻ്റെ മുകളിൽ നിന്ന് സൂപ്പറായിട്ട് ആ സാധനം ട്രേഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. 371 മുകളിൽ സൂപ്പറായിട്ട് ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ NDPC മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെൻറ്റ് NDPCയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ട്രേഡ് ചെയ്തവരുണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ട്രേഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇൻഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് പ്രോപ്പർ നമ്മുടെ ടീമിൻ്റെ റിസർച്ച് ആൻഡ് നമ്മുടെ അനാലിസിസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ട്രേഡ് എല്ലാം കൊടുക്കുന്നത്. സോ ഇതേപോലത്തെ ട്രേഡ് നമുക്ക് കിട്ടണമെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ് ആൻഡ് ജോയിൻ വിത്ത് ഫോർ എ പ്രോഫിറ്റബിൾ ട്രേഡ്. ഓക്കെ, സോ AU ബാങ്ക് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. AU ബാങ്ക് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഫൈൻ. യൂണിയൻ ബാങ്ക് നിങ്ങൾക്ക് നോക്കി വെക്കാം. നാളെ യൂണിയൻ ബാങ്ക് വീണ്ടും നോക്കി വെക്കാം. ഈ ഒരു ഹൈൻ്റെ മുകളിൽ യൂണിയൻ ബാങ്ക് വീണ്ടും മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് യൂണിയൻ ബാങ്ക്. ഓക്കെ, ടൈറ്റൻ നമ്മൾ 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈറ്റനിലെ എൻട്രി. സോ ടൈറ്റൻ നമ്മൾ എൻട്രി സോണിൽ വന്നിട്ടുണ്ട്. നാളെ ടൈറ്റൻ ഇതിന് മുകളിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ടൈറ്റനിൽ നമുക്കൊരു ട്രേഡ് ഉണ്ടാവും. ഓക്കെ, ടൈറ്റൻ. സോ ഇത് നിങ്ങൾ നോക്കി വെക്കാം. ടൈറ്റൻ നമുക്ക് നാളത്തേക്ക് നോക്കി വെക്കാം. ഓക്കെ, സോ ടൈറ്റൻ, AU ബാങ്ക് പറയുന്നില്ല, CG പവർ, തെർമെക്സ് ഈ സാധനം ആൻഡ് കാനറ ബാങ്ക് എബോവ് 157. ഓക്കെ, കാനറ ബാങ്ക് എബോവ് 157 മുകളിൽ വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കാം. കാനറ ബാങ്ക് ഷോർട്ട് ടൈം, ഇൻട്രാഡേ ആൻഡ് സ്വിംഗ് ട്രേഡ് രണ്ടും നോക്കാം നിങ്ങൾക്ക്. ഓക്കെ, സോ നിഫ്റ്റി നമ്മളിപ്പോഴും പറയുന്ന പോലെ നിഫ്റ്റി ബാങ്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് സാധാരണ ഇടയ്ക്ക് ചെയ്യാറുണ്ടെങ്കിലും നിഫ്റ്റി ബാങ്ക് ഞാൻ അങ്ങനെ നോക്കാറില്ല. സാധാരണക്കാർ എന്താ വെച്ചാൽ നമ്മൾ കൂടുതലും ട്രേഡ് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് നിഫ്റ്റി ബാങ്ക് ചെയ്യാനുള്ള ക്യാപിറ്റൽ എല്ലാവരെയും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഒരു ചാൻസ്. ആൻഡ് നിഫ്റ്റി ബാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് നമുക്ക് എൻട്രി വരണമെങ്കിൽ 61,383 മുകളിൽ 61,383 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയ നോ ട്രേഡിംഗ് സോണായിട്ട് നിഫ്റ്റി ബാങ്കിന് നമുക്ക് വെക്കാം. ഓക്കെ, സോ നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ 25,519 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ആൻഡ് 25,375 താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു എൻട്രി സൈഡിലോട്ട് നോക്കാവുന്നതാണ്. ആൻഡ് ദിസ് ഇസ് അവർ നോ ട്രേഡിംഗ് സോൺ ആൻഡ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഞാൻ എന്നും കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലായി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർക്ക്. അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം. ഇറ്റ്സ് നോട്ട് പ്രോബ്ലം. ആൻഡ് സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.